വഞ്ചിപ്പാട്ടിൻ താളം തുള്ളിയോളം തുള്ളുന്നേ, ആർപ്പോ ഈർപ്പോ ഈരടിയായി താളം മുറുകുന്നേ. വേമ്പനാട്ട് കായലിൽ ഇന്ന് പോരിനിറങ്ങി ചുണ്ടൻ വെള്ളം തൊട്ടു. പിന്നെ ഞങ്ങളുമുണ്ടേ കുട്ടനാടിൻ കുട്ടികളല്ലേ. പോരെ പോരെ നേരം പോയെ ആഞ്ഞു തുഴഞ്ഞാട്ടേ. എഴുപതാം നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് അല്പസമയത്തിനകം ആരംഭമാവുകയാണ്. പുന്നമടക്കായലിൻ്റെ ഓളപ്പരപ്പുകളെ കീറിമുറിച്ചുകൊണ്ട് ജലജെറ്റുകൾ അല്പസമയത്തിനകം ചീറിപ്പായുന്നു. കേരളമെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള വള്ളംകളി പ്രേമികൾ കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്തവണ സേതു നമ്മൾ വിചാരിച്ചതുപോലെ വേറെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ വള്ളംകളിയിലേക്ക് എത്തിച്ചേർന്നത്. വയനാട്ടിലെ വലിയ ദുരന്തം, അതുകൊണ്ട് തന്നെ ഒരു മാസത്തോളം മാറ്റിവെച്ചു വള്ളംകളി. പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ആലപ്പുഴക്കാരുടെയും പ്രത്യേകിച്ച് വള്ളംകളി പ്രേമികളുടെയും അവരുടെ ഒരു ഒത്തൊരുമയുടെ ഒരു ഫലം കൂടിയാണ് ഇന്നത്തെ വള്ളംകളി. കാരണം പലവട്ടം മാറ്റിവെക്കാൻ ശ്രമിച്ച് അവരാഞ്ഞു പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് ഈ ജങ്കാറിൽ നിന്ന് ഈ ന്യൂസ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഈ കാഴ്ചകൾ തത്സമയം ഇത്രയും ഗംഭീരമായി കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. ഹർഷജയുടെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പട്ടുടുത്ത സുന്ദരിയായി നമ്മുടെ പുന്നമടക്കായൽ ഇങ്ങനെ കിടക്കുവാണ്. ഇനി ഈ മത്സരങ്ങൾ തുടങ്ങുന്നതോടെ ഈ ഓളങ്ങൾ ഇങ്ങനെ തുഴ വീഴുന്തോറും ഇതൊരു സാഗരമായി മാറാൻ പോവാണ് പുന്നമടക്കായൽ. അതിനായുള്ള ഒരു കാത്തിരിപ്പ് കൂടിയാണ്. എന്റെ ആദ്യത്തെ വള്ളംകളിയാണ്. ഞാൻ ഒത്തിരി വള്ളംകളി കണ്ടിട്ടുണ്ട്, ഒത്തിരി വള്ളംകളി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എന്താ മാത്രമല്ല ഒരു വള്ളംകളി പ്രേമിയുമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല എനിക്ക് വളരെ പരിചയമുള്ള ഒത്തിരി പേര് ഇത്തവണ വള്ളം വലിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെയുള്ള പല പ്രത്യേകതകളും ഉണ്ട്. എന്തായാലും വളരെ സമഗ്രമായ ഒരു കവറേജാണ് ന്യൂസ് മലയാളം ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. വലിയൊരു ടീം, ഏതാണ്ട് 44 പേരാണ് നമ്മുടെ ടീമിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൽ തന്നെ 10 റിപ്പോർട്ടർമാരും എത്തിച്ചേർന്നിട്ടുണ്ട്. സജീവമായി ഓരോ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ, ഓരോ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ 10 റിപ്പോർട്ടർമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ കൂടി നമുക്ക് ആദ്യം തന്നെ വിളിക്കാം, ആദ്യം തന്നെ അവരെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ഈ ജങ്കാറിൽ നിന്ന് മാത്രമല്ല റിപ്പോർട്ടിങ് സമഗ്രമായി എല്ലായിടത്തും ഈ അണിയത്തും അമരത്തും കരയിലും നടക്കുന്ന എല്ലാ കരഘോഷങ്ങളും റിപ്പോർട്ടർമാരെ കടന്നു വരും. അവർ കടന്നു വരികയാണ്. ഗൈസ് മുമ്പ് പലതവണ വള്ളംകളി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവർ ഇവിടെയുണ്ട്. ഇത് ആദ്യമായി വള്ളംകളി കാണാൻ വേണ്ടി പ്രത്യേകം ഈ റിപ്പോർട്ടിംഗ് ടീമിൽ കയറിക്കൂടിയവരുണ്ട്. അങ്ങനെ ഒട്ടേറെ പേരാണ് ഇത്തവണ ഈ വള്ളംകളി റിപ്പോർട്ട് ചെയ്യാൻ ന്യൂസ് മലയാളത്തിനോടൊപ്പം ഇവിടെ ഉള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ന്യൂസ് മലയാളം തുടങ്ങുകയാണ്. ഇവിടെ ഇവിടെ ആവേശം കൊച്ചു പെണ്ണെ കൊയിലാണ് കൊട്ടു വേണം കൂടൽ വേണം പുരവ വേണം കൊടി തോരണങ്ങൾ വേണം വിജയശീലാളിതരായി വരുന്നു ഞങ്ങൾ. അപ്പൊ ഒരു പ്രശ്നമുണ്ട്, എന്താണ് ഈ ഇടിതടി? അതൊരു വലിയ പ്രശ്നമാണല്ലോ. ആ ഇടിതടിയാണ് ദേ ചേച്ചി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ തടി. ഇതിന്റെ പേരാണ് ഇടിതടി. ഈ തടി എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. ഇത് വള്ളത്തിൻ്റെ ആവേശത്തിന്, വള്ളം തുഴച്ചിലുകാരുടെ ആവേശത്തിന്, വഞ്ചി പാട്ടുകാരുടെ ആവേശത്തിന് ഇത് ഇടിച്ചിട്ട് ഈ ഇടി താളത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇതിന് തടിക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് മിക്കവാറും കാഞ്ഞിരമാണ്. ഇതേതാ ചേച്ചി?
അപ്പോൾ സാധാരണ കാഞ്ഞിരത്തടിയാണ്, ഇതിപ്പോൾ ആഞ്ഞിലിത്തടിയാണ്. അതാണ് ഈ ഇടിത്തടി. അപ്പോൾ ഈ ഇടിത്തടി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അല്ലേ. അപ്പോൾ ഇത് തലവടിയിൽ നിന്നുള്ള ചേച്ചിമാരാണ്. ഇത്തവണത്തെ നമ്മുടെ UBC ക്ലബിന്റെ നാട്ടിൽ നിന്നുള്ള ചേച്ചിമാരാണ് വന്നിരിക്കുന്നത്. അവർ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണ്. അത് തന്നെ. ഇത്തവണ ഏതാ വള്ളം ചേച്ചി? ഡെയ്സി ചേച്ചി ഏതാ വള്ളം? തലവടിച്ചുണ്ടൻ. ഇത്തവണ തലവടിച്ചുണ്ടനാണ് UBCക്ക് വേണ്ടി ഇറങ്ങുന്നത്. തലവടിച്ചുണ്ടൻ ഇവിടെ തൊഴുമ്പോൾ ഒരു വെള്ളത്തിൽ ചാടുമോ എന്നുള്ള ആശങ്ക മാത്രമേ നമുക്കുള്ളൂ, ആവേശം കൂടിയിട്ട്. എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലേക്ക് ഒരു 3 മിനിറ്റ് പോയിട്ട് വരാം അല്ലേ ചേച്ചി? എന്നാൽ നമുക്ക് ആരംഭിക്കാം. ഡെയ്സി ചേച്ചി തുടങ്ങുകയാണ്. കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ 13-ാം നമ്പർ വള്ളം സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 KBC കൊരങ്ങോട്ട് എറണാകുളം നയിക്കുന്നു. ക്യാപ്റ്റൻ ജനീഷ് VH ആണ്. അരുൺ രമേശ് ആണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ. 3-ാം ട്രാക്കിലൂടെ 14-ാം നമ്പർ വള്ളം പൊഞ്ഞനത്തമ്മ കടന്നു വരുന്നു. പൈനൂർ ദേശം ബോട്ട് ക്ലബ് PDBC പെരിങ്ങോട്ടുകരയാണ് തുഴയുന്നത്. മനീഷ് PV ആണ് അതിന്റെ ക്യാപ്റ്റൻ. സുനിൽകുമാർ PV ആണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ. അങ്ങനെയെങ്കിൽ 4-ാം ട്രാക്കിലൂടെ ആരാണ് വരുന്നത്? തുരുത്തിപ്പുറം ബോട്ട് ക്ലബ് 2024 അവർക്ക് ജയിച്ചാൽ ബോട്ട് ക്ലബിന് ഹാട്രിക് ആണ്. തുരുത്തിപ്പുറം വള്ളത്തിൽ അവർ വരുന്നു. വള്ളത്തിന് ഇവിടെ ഹാട്രിക് ലഭിക്കുന്നു. 2024 ഹാട്രിക് ലഭിക്കും മോഹവുമായി 4-ാം ട്രാക്കിലൂടെ 20-ാം നമ്പർ വള്ളം തുരുത്തിപ്പുറം ബോട്ട് ക്ലബിന്റെ ചിറകിലേറി വിജിത് AV ക്യാപ്റ്റനായി ആന്റണി ഷെഫിൻ, ചെപ്പൻ എന്ന് വിളിക്കുന്ന ആന്റണി ഷെഫിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ അവർ വരുമ്പോൾ നെഹ്റു ട്രോഫിയിൽ 2016-ലും 2020
22-ലും 2023-ലും തുരുത്തിപ്പുറം ബോട്ട് ക്ലബ് തന്നെ വിജയിച്ചു. 22-ൽ 23-ൽ ജയിച്ചവർ ഇതാ ഹാട്രിക്കിന് വേണ്ടി ഈ 4ാം ട്രാക്കിലൂടെ തുഴയുമ്പോൾ അവര് പ്രാഥമിക പാദ മത്സരത്തിൽ 4 മിനിറ്റ് 52.45 സെക്കൻഡ് കൊണ്ട് റെക്കോർഡ് ടൈം ഇട്ടവരാണെങ്കിൽ ഹീറ്റ്സിലെ രണ്ടാമത്തെ സമയം എന്ന് പറയുന്നത് അത് 2ാം ട്രാക്കിലൂടെ വരുന്ന 4 മിനിറ്റ് 58.01 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയ സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 ആണ്. സമയത്തിൽ മൂന്നാമതെത്തിയത് 4 മിനിറ്റ് 58.04 ഗോതുരുത്ത് പുത്രനാണ്. സമയത്തിൽ നാലാമതെത്തിയത് പൊഞ്ഞനത്തമ്മ 14ാം നമ്പർ വള്ളമാണ്. ഇപ്പോൾ നോക്കുമ്പോൾ 4ാം ട്രാക്കിലെ തുരുത്തിപ്പുറം 3ാം ട്രാക്കിലെ പൊഞ്ഞനത്തമ്മയോട് പോരാടുന്നു. ഇല്ല, 2ാം ട്രാക്കിലെ സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 തുരുത്തിപ്പുറത്തെ ഒന്ന് നീട്ടിപ്പിടിക്കാൻ, ഒപ്പമെത്താൻ, ചുണ്ടോട് പിടിക്കാൻ ശ്രമിക്കുന്നു. ഇല്ല, തുരുത്തിപ്പുറം വിടത്തില്ല. ആന്റണി ഷെഫിന്റെ ലീഡിങ്ങിൽ അവരങ്ങ് പോവുകയാണ്. തുരുത്തിപ്പുറം ബോട്ട് ക്ലബിന്റെ കരുത്തിൽ 2017-ലും 18-ലും റണ്ണറപ്പായ ടീമാണ് തുടയുന്നത്. ഒരേ ടീം തന്നെ. നമുക്കറിയാം തുരുത്തിപ്പുറത്തെ 500 ഷെയർ ഹോൾഡേഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളം 2016-ൽ നീരണിഞ്ഞ തുരുത്തിപ്പുറമേ, നിന്റെ ചൈത്രയാത്ര ഇതാ ഈ ഹാട്രിക്കിലേക്ക് എത്തുകയാണ്. നീ ഇവിടെ തുഴഞ്ഞു കയറുകയാണ്. 4ാം ട്രാക്കിലൂടെ പറന്നടുക്കുകയാണ്. റോക്കറ്റ് പോലെ, ജലജെറ്റ് പോലെ, സ്കഡ് മിസൈൽ പോലെ ആകാശത്തിന് പക്ഷി ഈ ഫൈനൽ മത്സരത്തിന്റെ ഈ വീറ് കണ്ട് അങ്ങ് നിൽക്കുകയാണ്. അവനങ്ങ് റാഗി പറന്ന് നിൽക്കുകയാണ്. 4ാം ട്രാക്കിലെ തുരുത്തിപ്പുറം, 2ാം ട്രാക്കിലെ സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1, 1ാം ട്രാക്കിലെ ഗോതുരുത്ത് പുത്രൻ, 2018-ൽ നീരണിഞ്ഞ ഗോതുരുത്ത് പുത്രൻ അവൻ വരികയാണ്. സുന്ദരമായ ഒരു മത്സരത്തിന് ഇതാ വേദിയൊരുങ്ങുമ്പോൾ ഇതാ തുരുത്തിപ്പുറം തന്നെ 20ാം നമ്പർ വള്ളം. തുരുത്തിപ്പുറം, എന്തൊരു സുന്ദരമായ മത്സരം. തുരുത്തിപ്പുറമേ, നിന്റെ ഹാട്രിക്കിലേക്ക് കടക്കുന്നു. 20ാം നമ്പർ തുരുത്തിപ്പുറം ചെപ്പൻ ലീഡിൽ നിൽക്കുന്നു. തുരുത്തിപ്പുറം 4ാം ട്രാക്കിലൂടെ എന്തൊരു പോക്കാ പോയത്. 1ാം ട്രാക്കിലെ ഗോതുരുത്ത് പുത്ര, 2ാം ട്രാക്കിലെ KBC കുറുങ്ങോട്ടൂർ വള്ളം, 13ാം നമ്പർ വള്ളം അവരും സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 കടന്നു പോകുന്നു. 14ാം നമ്പർ വള്ളവും കടന്നു പോകുന്നു. 18ാം നമ്പർ വള്ളവും. അങ്ങനെ ഗോതുരുത്ത് പുത്രനും സെയിന്റ് ഇവിടെ ആവേശം അലതല്ലുകയാണ്. പുന്നമടക്കായലിൽ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങൾ തുഴയെറിഞ്ഞാലും വള്ളം കുതിക്കുമെന്ന് കാണിച്ചു തരാൻ വേണ്ടി കാർത്തികപ്പള്ളി ബോട്ട് ക്ലബിന്റെ പെൺപുലികളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ഞാനും ഗോകുലുമുണ്ട്. ഇപ്പോൾ അവർ ട്രയൽ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ഒരുപാട് നേരം എടുത്ത് നമ്മൾ അവരെ അവസരമാക്കുന്നില്ല. അവർക്ക് മത്സരം ബാക്കിയുണ്ട്. ഞാൻ എന്റെ മൈക്ക് ഗോകുൽ കൈമാറാൻ. ഗോകുലെ, നമ്മുടെ ഈ വള്ളംകളി ഒരു പുരുഷത്വത്തിന്റെ ഒരു പ്രതീകമാണ് ഇത്ര നാൾ വിചാരിച്ചത്. കാരണം ശക്തിയും ഒക്കെ വേണമല്ലോ. പക്ഷെ അതൊക്കെ വെറും പഴങ്കഥയാണ്. കാണിക്കേ ഇരിക്കുന്നു പെൺപുലികളാണ് നമ്മളോട്. അവര് ഈ മത്സര വള്ളങ്ങളിൽ പങ്കെടുക്കുകയാണ്. കാർത്തികപ്പള്ളി ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ വനിതാ ശക്തി. ആവേശം ഒട്ടും ചോരാതെ വലിയ പിന്തുണയുമായിട്ട് ആളുകൾ എത്തിയിട്ടുണ്ട്. ബോട്ടിന് നടുക്ക് താടി വളർത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിരുന്ന് താളം പിടിച്ചുകൊണ്ടിതാ പുന്നമടക്കായലിലെ ഓളം വെല്ലുന്നതിനനുസരിച്ച് തുഴയെറിയാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാർത്തികപ്പള്ളി ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ. ബോട്ടിന്റെ പുറകിൽ തുഴക്കാരായി സഹായിക്കാൻ ആളുകളുണ്ട്, പാട്ട് പാടാൻ ആളുകളുണ്ട്. ഇരുന്നേന്ന് വെച്ചാൽ നമ്മളൊരു 1:30 ആയപ്പോൾ എല്ലാവരും വന്ന് സീറ്റ് പിടിക്കുന്നുണ്ടോ. അപ്പൊ നമ്മളും ചാടിക്കയറി സീറ്റ് പിടിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഈ ചുണ്ടൻ വള്ളംകളിയുടെ മത്സരം തുടങ്ങുമ്പോൾ പിന്നെ ഇവിടെ എന്താണ് ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലുള്ള സ്ഥലം കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ സീറ്റൊക്കെ പിടിച്ച് ഇവിടെ നമ്മളെ ഇരുന്ന് ആവേശം ഏതാണ്ട് തുടങ്ങിയെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. 74 വള്ളങ്ങളിൽ 19 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മാറ്റിവെക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ജനത്തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. നേരത്തെ നമ്മൾ ലൈവ് വന്നപ്പോൾ നോക്കണം, കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നോക്കൂ, വെയിൽ വകവെക്കുന്നില്ല, ഒന്നും വകവെക്കുന്നില്ല. ആളുകളെല്ലാം ഇവിടെ കാണാനായിട്ട് ഇങ്ങനെ ഉച്ചു നിൽക്കുവാണ്. തുടങ്ങിയാൽ മതി എന്നുള്ള ആവശ്യത്തിൽ ശ്രദ്ധിച്ചായിരുന്നു. ഈ 74 വള്ളങ്ങളുണ്ടായിരുന്നു. അതിൽ 19 ചുണ്ടൻ വള്ളങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും ജനങ്ങൾ കാത്തിരുന്നതെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. എല്ലാവരും ഇത്രയും ജനത്തിരക്ക് വന്നത് ഇപ്പൊ
ഇപ്പൊ ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള ചുണ്ടൻ വള്ളംകളി തുടങ്ങിയപ്പോഴാണ് ഇത്രയും ജനത്തിരക്ക് വന്നത് തന്നെ. ഇപ്പോ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഇവിടെ വന്നിട്ടുണ്ട്, BBC കൈനഗിരി ഇവിടെയുണ്ട്, വേറെ കുമരകം ബോട്ട് ക്ലബിന്റെ വേറൊരു സംഭവങ്ങളുണ്ട്. ഈ ചുണ്ടൻ വള്ളങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ ഒരു ആരവം ഒന്ന് കാണണം. ചുണ്ടൻ വള്ളം വരുമ്പോൾ വള്ളത്തിൽ ഇരിക്കുന്നവർ തന്നെ തട്ടും ബഹളവും പാട്ടും അത്രയും എനർജി ആയിട്ടാണ് അവർ ആ വള്ളങ്ങളും കൊണ്ട് വരുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്കും അത് ഭയങ്കര ഒരു എനർജിയാണ് വരുത്തുന്നത് തന്നെ. സത്യം. നമുക്ക് ഒരു 2-3 പേരുടെ അഭിപ്രായം ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഒരു ആവേശമൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. വളരെയധികം ഉണ്ട്, വളരെ കൂടുതലായിട്ടുണ്ട്. നല്ലതാണ്. ആദ്യമായിട്ടാണോ വള്ളംകളി? ഇവിടെ കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ്. ഫേവറേറ്റ് ബോട്ട് ക്ലബോ ബോട്ടോ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, സന്തോഷം. കഴിവുള്ളവർ ജയിക്കുക. കഴിവുള്ളവർ ജയിക്കുക മാത്രമേ ഉള്ളൂ. എത്രാമത്തെ തവണ കന്യാകുമരിയിലും തീർന്നു. കന്യാകുമാരിന്ന് വള്ളംകളി കാണാൻ വേണ്ടിട്ട് ഒരു ചേട്ടൻ എത്തിയിട്ടുണ്ട്. ചേട്ടൻ എന്ന് വന്നതാണ്? ഇന്ന് രാവിലെ വന്ന് കുറെ ആഗ്രഹം, 2 കൊല്ലമായിട്ട് അത് ഗൾഫിൽ കിടന്നത്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. ഈ വർഷം എനിക്ക് അവസാനം കിട്ടി. UBC കൈനേരിയുടെ മുൻ അമരക്കാരനാണ്. 30 വർഷത്തോളം വള്ളം കളിച്ച, 15 വർഷം തൊഴിൽക്കാരനും 15 വർഷം അമരക്കാരനും വരുന്നു. പള്ളാത്തുരുത്തി ശക്തനാണ്. ഇവിടെ UBC കൈനേരി ജയിക്കുന്ന ഉത്തമ വിശ്വാസത്തിൽ നിൽക്കുന്നവനാണ് ഞാൻ. കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന വള്ളം നടുഭാഗം ജയിക്കും. പള്ളാത്തുരുത്തി ഈ പ്രാവശ്യം അടിച്ച് വെളി കളയും. എപ്പ കളഞ്ഞെന്ന് ചോദിച്ചാൽ മതി. എനർജി ഉണ്ടോ ഇത്തവണ? പിന്നെ ഉണ്ട്, നല്ല എനർജിയാ. UBC കപ്പെടുക്കും തലവടി. വീണ്ടും അപ്പോ അടിപൊളി ഇടിത്തടി. വീണ്ടും 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വേണ്ടിയുള്ള പറയത്തില്ല 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ വളരെ സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മളൊപ്പം ഒരു വിശിഷ്ടാതിഥി കൂടിയുണ്ട്. വിശിഷ്ടാതിഥി എന്ന് പറഞ്ഞാൽ ഈ ഓളപ്പരപ്പുകളെ നെഞ്ചിലേറ്റി തഴക്കവും പഴക്കവും വന്ന് ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരേ ഒരാൾ മാത്രമല്ല, അതായത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, അദ്ദേഹത്തിന്റെ ഭാഷയിൽ, അദ്ദേഹത്തിന്റെ ചലനങ്ങളിലെല്ലാം കുട്ടനാട് ഇങ്ങനെ തുടിച്ചു നിൽക്കുകയാണ്. വരൂ കടന്നു വരൂ. ഇത്തവണത്തെ കളി 70ാമത് നെഹ്റു ട്രോഫിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഉറപ്പാണ്, അത്ഭുതങ്ങളായിരിക്കും ഇവിടെ. ഇന്ന് നമ്മൾ ഒരിക്കലും വീണ്ടും 5ാമത് ജയിക്കാൻ നിൽക്കുക. അതെ, എല്ലാവരും നമുക്ക് അർജന്റീനയെ തോപ്പിച്ച് ഇതുണ്ട്, സൗദി ഉണ്ട് ഒരു കാലത്ത്. അർജന്റീന എന്ന് പറഞ്ഞ ടീമിനെ തോപ്പിച്ചില്ല ഒരു ഒറ്റക്കളി. അപ്പോൾ ഞാനതാ കഴിഞ്ഞ വർഷം ഞാനത് തന്നെ പറഞ്ഞു, അത്ഭുതങ്ങൾ സംഭവിക്കും. കഴിഞ്ഞ വർഷം 6 മൈക്രോ സെക്കൻഡിലാണ് ഇവിടെ ചമ്പക്കുളത്തിന്റെ ട്രോഫി. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പ്രവചനാതീതമാണ്. 5:30 ശേഷം പറയാം. കളിയായിട്ട് പറഞ്ഞല്ലോ, അതാണ് അതിന്റെ. ഞാൻ 6 വള്ളങ്ങളുടെ ഇതുപോയി കണ്ട ട്രയൽ കണ്ട. അയ്യോ, അത്ഭുതങ്ങളാണ് സംഭവിക്കുക. UBC ഇത്തവണ ഭയങ്കരമായ കുറെ രഹസ്യ തന്ത്ര വിദ്യകൾ അവരുടെ കയ്യിലുണ്ടെന്നാണ് അവർ തന്നെ പറയുന്നത്. അതെല്ലാവരിലും കാണുമല്ലോ. ഞാനോ? ഞാൻ പറയില്ല, ഞാൻ 5:30 ശേഷം പക്ഷെ അതേസമയം വേറൊരു കാര്യമാണ്, കുമരകം ടൗൺ ബോട്ട് ക്ലബും അതിഗംഭീരമായി തന്നെയാണ് അവർ നിൽക്കുന്നത്. അല്ല, അത് ഉറപ്പാണ്. എന്നാ അറിയാം, പിന്നെ ഇതിന് ഞാൻ പ്രവചനാതീതവും അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് വെള്ളത്തിലെ കളിയാണ്. ഈ വെള്ളത്തിന്റെ ഒഴുക്കിനെ ബാധിക്കും, അല്ലെങ്കിൽ ഒപ്പം വരുന്ന വള്ളത്തെ ബാധിക്കും. പിന്നെ ഈ നമ്മൾ 30 ദിവസമോ അല്ലെങ്കിൽ 15 ദിവസമോ അല്ലെങ്കിൽ 20 ദിവസമോ ഒക്കെ ട്രയൽ എടുത്ത് സാമ്പത്തികം അനുസരിച്ച് നമ്മൾ ട്രയൽ എടുത്ത് വരുന്നത്. അപ്പോൾ 30 ദിവസം ട്രയൽ എടുത്ത് വരുന്ന വള്ളത്തിൽ എല്ലാ കായികക്ഷമതയുള്ള നല്ല ടീമിനെ എടുത്ത് വെക്കുന്നത്. അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണം കൊടുത്ത് വൃത്തിയായിട്ട് തന്നെ എല്ലാം എടുത്തിട്ട 4 കാലം വീഴുന്ന പിള്ളേരെയാണ്. പക്ഷെ മനുഷ്യനാണ്, എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു തട്ടുകേട് ഒരു കൈ. കുറച്ച് നേരത്തെ നമ്മുടെ പ്രമോദ് ഏട്ടൻ നമ്മുടെ സഹിൻ ചേട്ടനടുത്ത് പറയുന്നത് ഞാൻ കേൾക്കുമായിരുന്നു, ഇങ്ങനെ ഈ തുഴയുന്ന സമയത്ത് കൈയൊക്കെ. അതിനാണ് നമ്മൾ തമ്പുരാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ വിളിച്ച് ഈ 100 പേരോട് വിളിച്ച് താഴെ അല്ല, നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഫുട്ബോൾ കളിക്കുന്ന അല്ല എന്തെങ്കിലും ഒരു ക്രിക്കറ്റ് കളിക്കും, ബാറ്റ് ഒടിഞ്ഞു പോയി, ഒരു ബാറ്റ് കൊണ്ട് കൊടുക്കുക. ഇതായാലും അത് പറ്റിയല്ലോ, അറിയില്ലേ? ഇവിടെ സ്റ്റാർട്ടിങ് തുഴയും കൊണ്ട് വേണം ഇവിടെ വരാൻ. ഒടിഞ്ഞു പോയാൽ എന്നെ എടുക്കും. അത് മാത്രമല്ല, താഴെ പോയാലും വെള്ളത്തിൽ പോയാലും മനുഷ്യനല്ലേ, അപ്പോൾ എപ്പോഴാണ് എന്തൊക്കെയാണ് സംഭവിക്കാന്ന് പറയാം. അതുകൊണ്ട് അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞു
പറഞ്ഞത് അത് പ്രവചനാതീതം എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാ. പിന്നെ 4 ചുണ്ടൻ വള്ളം, ഇത് ഞാൻ 6 കണ്ടതിൽ എൻ്റെ അറിയത്തിൽ 8 വള്ളം കപ്പിന് വേണ്ടി വരുന്ന ആകെപ്പാട് ഇവിടെ ഒരെണ്ണം ഇതിപ്പോൾ അത് ആരൊക്കെ കൊണ്ടുപോകുന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്യേണ്ടത് എല്ലാവർക്കും കൊടുത്തുവിടാൻ വേണ്ടി. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ മറ്റൊരു കാര്യമുണ്ട്, നെഹ്റുവിന് എൻ്റെ കളറൊക്കെ മാറ്റിയിട്ട് വേറെ കളർ അടിച്ച്, ഗോൾഡൻ കളർ അടിച്ച്. 70 വർഷമായി. പക്ഷേ പഴയ കളറായിരുന്നു നല്ലതെന്ന്. അല്ല, ഞാനിങ്ങനെ എന്നാലും പെട്ടെന്ന് അങ്ങ് തോന്നിയത്. നല്ലത്. അല്ല, അത് മാറ്റങ്ങളുടെ എല്ലാം ഇതിന് മാത്രമേ ഇങ്ങനെ മാറിയുള്ളൂ. ചുണ്ടൻവള്ളത്തിനല്ല പഴയ കളറിലേക്ക് വരാൻ പറഞ്ഞു. ഒരു കാര്യമുണ്ട്, നമ്മൾ എല്ലാവരും ഇത് പറയുമ്പോൾ ഇപ്പോൾ 5 തവണ കപ്പടിച്ചതാണ് കുമരകം ടൗൺ ക്ലബ്ബ്. അവര് ഇത്തവണ ഒരു കാരണവശാലും PBC ആ റെക്കോർഡ് മറികടക്കരുത് എന്നുള്ളത് കൊണ്ടുള്ള വാശിക്കാണ് അവർ വരുന്നത്. ഇപ്പുറത്ത് PBC ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കപ്പ് കൊണ്ടുപോയ കാരിച്ചാൽ ചെരിഞ്ഞ താരം കാരിച്ചാലുമായിട്ടാണ്. മോഹൻലാലും ചുണ്ടൻവള്ളത്തിലെ മോഹൻലാലാണ് കാരിച്ചാല്. വള്ളംകളി ഇല്ലാത്ത ഒരു വർഷം കടന്നു പോകുന്നത് വലിയ സംഘടന. 2018 വെള്ളപ്പൊക്കം പറ്റില്ലല്ലോ. അപ്പൊ ഇതിന് വേറെ വലിയ സത്യമാണ്. ഇത് ഈ 70ാമത് വള്ളംകളിക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് ത്യാഗവുമുണ്ട്. ചോദിച്ച് പിടിച്ചു മേടിച്ചായി അല്ലേ, നമ്മൾ ആ ദുഃഖത്തോട് നമ്മൾ പരിതപിക്കുന്നു. ഇന്നിപ്പോ അർജന്റ് അടക്കാണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കും. പക്ഷേ തീർച്ചയായിട്ടും ഈ സന്തോഷം കണ്ടോ, ഈ സന്തോഷവും ഈ ആഘോഷവും എങ്ങനെ നമ്മൾ വേണ്ട നിങ്ങൾ നോക്ക്, എത്ര നാളത്തെ അധ്വാനം കഴിഞ്ഞ് വരുന്നതായിരിക്കും. ഈ ഒരു ഒറ്റ കാര്യത്തിന് 1150 മീറ്റർ തുഴയാനായി വരുന്നത്. കപ്പ് വേറെ, കപ്പ് രണ്ടാമത്തെ കാര്യമാണ്. ഇതിൽ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ ഞാനൊരു തുഴച്ചിൽ താരമാണെന്ന് പറയാൻ ഞാൻ ഇവിടെ തുഴഞ്ഞിട്ടുണ്ട്, ഒരുപാട് തുഴഞ്ഞിട്ടുള്ളവരാണ്. ഞാൻ നുണ പറഞ്ഞാണ്ട് വന്നാലും നുണയല്ല, സത്യമാണ്. ഞാൻ തുഴഞ്ഞില്ല, ഞാനിവിടെ ഒരുപാട് തുഴഞ്ഞില്ല. ഞാൻ വള്ളത്തിൽ ഒറ്റ തുഴച്ചിക്കാരനായിരുന്നു. തുഴയുന്ന സമയത്ത് ആ ഒരു ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു വള്ളം കളിക്കുള്ള ഒരു തയ്യാറാകലും ആ തുഴയുന്ന സമയത്തെ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കല്ലെന്ന്. ഞാൻ വള്ളത്തെ തുഴയുന്ന സമയത്ത് ഞാൻ ഒറ്റ തുഴക്കാരനായിരുന്നു. ഇടയ്ക്ക് ഇരുന്നുണ്ട്, പുറകെ ഇരുന്നുണ്ട്, വള്ളത്തെ താളം കൊടുത്തിട്ടുണ്ട്, പാട്ടുകാരനായിരുന്നു. പങ്കായം മാത്രം പിടിച്ചില്ല, അത് ആരോഗ്യമുള്ളവർക്ക് ആണുങ്ങൾക്ക് പറ്റത്തുള്ളൂ. നല്ല ആരോഗ്യമുള്ള നല്ല കരുത്ത്, അവിടെ ഭയങ്കര ചെറിയ കാര്യമാണ്. ഇത്ര കാല് വെക്കാവുന്ന രീതിയല്ലേ ഉള്ള അമരത്തെ. അവിടെ പങ്കായം പിടിച്ചോണ്ട് അയാളെക്കാട്ട് നിങ്ങളുള്ള പങ്കായം പിടിച്ചോണ്ട് സഞ്ചരിക്കുന്ന ഒരു വള്ളത്തെ കുത്തിയെറിയാന്ന് പറഞ്ഞ നിസാര കാര്യമാണ്. അത് ഭയങ്കര പണിയാണ്. മറ്റേത് നമുക്ക് ഈ സീറ്റല്ല, നമ്മൾ ഇരിക്കുക, എങ്ങോട്ട് അറിയുന്നില്ല. ഊരുള്ളവരാണ് ഈ പങ്കായത്തിൽ നിൽക്കുന്നത്. പിന്നെ ചെറിയ ആളുകളല്ലാണ്. നിങ്ങൾ നാല് വള്ളം വെട്ടി നിവരുക എന്ന് പറഞ്ഞ ഒരു വള്ളപ്പാടാണ് മാറുന്നത്. വള്ളം നീന്തൽ ശക്തമായ ഫുൾ ഗിയർ, അതായത് 4ാമത്തെ ഗിയറിൽ അല്ലെങ്കിൽ ഹനുമാൻ ഗിയറിൽ വള്ളം പോകുന്ന കൂട്ടത്തിൽ, ആ പോകുന്ന കൂട്ടത്തിൽ 10 പൂട്ട് തുഴ വേണ്ട, 9 പൂട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇതല്ല ഒന്നിന്റെ ഒരു പൂട്ടെന്നാ നമ്മുടെ കുട്ടനാട്ടുകാരുടെ പക്ഷേ ഒരു പൂട്ട് തുഴയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പൂട്ട് തുഴ വെച്ച് 9 തുഴ തുഴയുമ്പോൾ ഒരു ചുണ്ടൻവള്ളത്തിന്റെ നീളം പാസ് ചെയ്താൽ അത് ഫൈനലിൽ സാധ്യതയുള്ള വള്ളമാണ്. സ്റ്റാർട്ടിങ്ങിൽ 3-10 ആയിരിക്കും എടുക്കുക. അത് നമ്മുടെ കണക്കൂട്ടലനുസരിച്ചാണ്. എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഗിയറിന്റെ വണ്ടി എടുക്കാൻ ഒരു താമസം വരും. അതിനാണ് നമ്മൾ 1, 2 എന്ന് പറയുന്നത്. അല്ലാതെ അത് ഏറ്റവും ചെറിയ അക്ഷരങ്ങളല്ലേ, 1, 2 ശബ്ദങ്ങളല്ലേ. അപ്പോൾ ആ സമയം കൊണ്ട് തുഴയിട്ട് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ 10. രണ്ടാമത്തെ 10 ഗിയർ ചെറുതായിട്ട് ചെയ്യുന്നത് 1, 2, 3, 4, 5. അതൊന്നും വള്ളം തുഴയുമ്പോഴില്ല. 1, 2 ഇടിത്താളം അല്ലാതെ വേറൊരു കാര്യം ഇടിത്താളം മാത്രമേ പറ്റൂ. പക്ഷേ അതിനകത്ത് ഒരു കണക്കിന്റെ കാര്യം പറയുന്നത് തീർച്ചയായും. കുമരകക്കാരാണെങ്കിൽ 90 തുഴയിടും, അതായത് ഒരു മിനിറ്റിൽ 90 തുഴ എറിയും. ആലപ്പുഴക്കാരാണെങ്കിൽ 85 ഇടും. അപ്പുറത്ത് കൊല്ലംകാർ വന്നു കഴിഞ്ഞാൽ 75 വരും. ഇതിന്റെ താത്ത് വള്ളങ്ങളുടെ വലിയ ജയ് സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഇങ്ങനെ ബോഡി കൊണ്ട് തുടങ്ങുന്ന പണ്ട് 2006 മുതൽ അത് കടൽക്കുത്തെന്ന് പറഞ്ഞ ഇടിച്ച് വള്ളം പൊക്കി തുഴയുന്നത്. കുമരകക്കാരാണ് ഏറ്റവും സ്പീഡിൽ തുഴയുന്നത്. അവർ സ്റ്റാർട്ടിങ്ങിൽ 60 തുഴയാണ്. സ്റ്റാർട്ടിങ്ങിൽ 60 തുഴ. അത് വീണ്ടും നമ്മുടെ വള്ളം ഒപ്പം ഉണ്ടെങ്കിൽ 80 തുഴയായിട്ട് വർദ്ധിക്കും. 80 തുഴ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ അവർ സകല പണി നോക്കിയിട്ട് ഈ കാണുന്ന ഇത് ചെറുമുറി എന്ന് പറയാം, ആ എഡ്ജ് ഇതുണ്ട് കായലിലേക്ക് ഇറങ്ങും. ഇവിടുന്ന് വെള്ളം ലൂസായി ഇങ്ങോട്ട് അവിടെ ഒരു ടൈറ്റാണ്. കാരണം 2 സൈഡിലും വെള്ളത്തിൽ കൽക്കെട്ടുള്ളതുകൊണ്ട് 4 ചുണ്ടൻവള്ളം തുഴഞ്ഞാലും 400 വള്ളത്തിന് 400 തുഴ ഫോഴ്സ് ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പിടിച്ചാലും വള്ളത്തിന് ചെറിയൊരു വലിവ്, കാരണം അങ്ങോട്ട് അപ്പുറത്ത് വലിയ കായലാണ്, ആ കായലിലേക്ക് വെള്ളം പോകുന്നുണ്ട്. 400 തുഴയ്ക്ക് ഇങ്ങനെ തുഴയുമ്പോൾ വെള്ളത്തെ ഒരു വലിയ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴല്ലോ ഇവിടെ ചെറുമുറി എന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെ മരണ കീറ വെള്ളം ലൂസാ. അപ്പോൾ വെള്ളത്തിന് നമ്മളെ ടൈറ്റ് നടത്തുന്നത് ലൂസായി. ഇവിടുന്ന് 3 കൊടിപ്പാടേ ഉള്ളത്. ഇത് കഴിഞ്ഞാൽ ഈ കൊടിപ്പാടാണ് വിജയം നിർണ്ണയിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുന്ന 100 മീറ്ററില്ലേ, ഇവിടെയാണ് അത്ഭുതം നടക്കുന്നത്. 110 തുഴ 120 തുഴയൊക്കെ തുഴയെന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ട്. ഇപ്പം അത്ര ഇല്ലെങ്കിൽ കൂടി വെടിയും പുക ഇവിടാണ്. ഇവിടെ ആരാദ്യം തുഴ മുറുക്കുന്നു അവനിലിരിക്കും. നിങ്ങൾ കണ്ടോണം പൊടി പറക്കുന്നതാണ് ഇവിടുന്ന് അങ്ങോട്ട്. അപ്പൊ ഈ കൊടിപ്പാടിനിടയിൽ വെച്ചാണ് അവർ തീരുമാനിക്കുന്നത്. അത് ലീഡിംഗ് ക്യാപ്റ്റൻ ഏറ്റവും ഫ്രണ്ട് നിന്ന് വള്ളത്തിൽ നയിക്കുന്ന ലീഡിംഗ് ക്യാപ്റ്റനില്ലേ, പുള്ളിയുടെ സിഗ്നലാ. PVCയുടെ ചേട്ടൻ കണ്ടില്ലേ, മനസ്സിലാക്കില്ല കറക്കുന്നത്. അതൊക്കെ ഈ കറക്കെന്ന് വെച്ചാൽ വള്ളം തുഴഞ്ഞു പോകുന്ന വള്ളത്തിൽ എടാ ഗോപി നീ താത്തു തൊഴാ പൊക്കി തൊഴാന്ന് പറയാൻ നിൽക്കത്തില്ല. അപ്പൊ ഇപ്പൊ സിഗ്നലുകളാണ്. ഇങ്ങനെ പിടിച്ചിട്ട് ഇയാൾ ഇങ്ങനെ നോക്കുന്നെങ്കിൽ ആ നോട്ടത്തിന് ബാക്കിയുള്ള 7 മൊത്തം എപ്പോഴും ചുണ്ടൻവള്ളത്തിലും കളിവള്ളങ്ങളിലും
വള്ളങ്ങളിൽ ഒറ്റ നമ്പറിലാണ് തുഴച്ചിക്കാരും താളക്കാരും എണ്ണക്കാരും. 5 ഒറ്റത്തുഴ, 7 ഒറ്റത്തുഴ, 5 പങ്കായം, 9 നിലക്കാർ, 2 ഇടികാർ. മനസ്സിലായി? 9, 2, 11. അപ്പോൾ എപ്പോഴും ഒറ്റത്തുഴയെ വരും. 9 മുതൽ 11 വരെ നിലക്കാര്. 9, അതായത് 9 താളക്കാർ, ഇടികാർ 2 പേര്, അങ്ങനെ 9 പേര്. അപ്പൊ ഇവര് ഇപ്പം വർഷം തിരിഞ്ഞു ഇങ്ങനെ ആയിരിക്കും 1-ാം നിലകാരൻ നിൽക്കുന്നത്. മനസ്സിലായി? ഇതായിരിക്കും ഇതാരും കാണത്തില്ല. അപ്പൊ പുള്ളി പിന്നെ ആ ഇടിക്കുന്ന സാധനമല്ലേ നമ്മുടെ പോലെ ഇടിയൻ. ആ ഇടിയൻ നമ്മൾ ഇത്ര ഹൈറ്റിൽ നിന്ന് പോകുമ്പോൾ ഇതിന്റെ മാത്രങ്ങളുടെ വ്യത്യാസം വരും. ഇവര് തന്ത്രങ്ങളൊക്കെ പറയുന്നതാണ്, വെളിയിൽ പറയില്ലെന്നാ പറയുന്നത്. ആരും അറിയത്തില്ലല്ലോ അല്ലേ? നമ്മളാരോടും പറയത്തില്ല. അപ്പൊ വള്ളം സ്റ്റാർട്ടിങ്ങിനുണ്ട്. ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ് പ്രശ്നമില്ല. പഴയ സ്റ്റാർട്ടിങ്ങാണ് നമ്മൾ മുന്നോട്ട് പോകും. ഇല്ല വിടത്തില്ല, പുറകോട്ട് നമ്മളോട്ട് വീണ്ടും. അപ്പൊ പേടി, നമ്മുടെ ആദ്യത്തോടെ നമ്മൾ കുത്തുക എന്നുള്ള നമ്മുടെ വിശ്വാസം. ഇപ്പോഴത്തെ നിശ്ചല സ്റ്റാർട്ടിങ് ആണ്ട് വലിയ കുഴപ്പമില്ല. കുറച്ചു നേരം കഴിയുമ്പോൾ ഈ വെള്ളത്തിലൊരു മഞ്ഞ കളറായിരിക്കും. നിങ്ങൾ ഇപ്പൊ വള്ളം കഴിഞ്ഞ് ഇറങ്ങി ചോദിച്ചു അല്ല തുഴച്ചിക്കാർ ആരെങ്കിലും പറയട്ടെ, പെടുക്കാൻ മുട്ടും ഇങ്ങനെ പറയും. നമ്മൾ ഇങ്ങനെ നോക്കിക്കില്ല, അവരെ നോക്കി ഇങ്ങനെ നിൽക്കുക. നമ്മൾ ആ പുള്ളി കൊടി അടിക്കുന്നതാണ്. ആ കൊടിക്ക് ആദ്യത്തെ തുഴ കുത്തുക എന്നുള്ളത്. പിന്നെ അത് ഒറ്റ എടുപ്പല്ലേ, നോക്കിയെന്നില്ല വെള്ളത്തിൽ കിടക്കും. അത് വേറെ കാര്യം. അതാണ് ഭയങ്കര ശ്രദ്ധയാണ്. ഇത് ചുമ്മാതാണെന്നാണ് നിങ്ങളുടെ അല്ല, നമ്മളിവിടെ ഇരുന്ന് കൈ കൊട്ടുന്നു, ആവേശം മുമ്പേ പോകുന്നത് കാണുന്നു. നേരത്തെ 1350 മീറ്റർ ആയിരുന്നു ദൂരം. ഇപ്പൊ കുറച്ച് 1150 മീറ്റർ ദൂരമാണ്. ഈ ദൂരം തുഴഞ്ഞെടുക്കാൻ 4.5 മിനിറ്റ്. നമ്മൾ 4.5 മിനിറ്റ് ഒന്ന് കൂട്ടിക്കും. 4:19, 4:18 ഇതിന്റെ കറക്റ്റ് ടൈം ഓർമ്മയില്ല. അതാണ് എൻ്റെ. ആ ടൈമിൽ നിങ്ങളൊരു വള്ളം ഒന്ന് നിങ്ങൾ തുഴഞ്ഞു നോക്കുക, അപ്പോൾ അറിയാം. ലോകത്ത് ആർട്സും സ്പോർട്സും കൂടെ മിക്സ് ചെയ്ത വേറെ ഒരു പരിപാടി ഇല്ല. ഇവിടെ വന്നിറങ്ങിയ ബോട്ടേൽ, ഇവിടെ സ്പീഡ് ബോട്ടേ വന്നിട്ട് ഇതിലോട്ടൊന്ന് കയറാൻ പറ്റ പാട് നമുക്കറിയാം. അത് പ്രായാധിക്യത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. വസ്ത്രം
വള്ളം എന്ന് പറയുന്നത് ഈ 70 വള്ളംകളിയായി. ഈ 70 വള്ളംകളിയിൽ ഈ ഇതിന് കാരണഭൂതനായ ഒരു സാധനം വടക്കം പോലെ ചുരുട്ടി വെച്ചിരിക്കുന്ന പോലെ നടുഭാഗം എന്ന് പറഞ്ഞ ചുണ്ടൻവള്ളം പ്ലാസ്റ്റിക് കൂടിട്ട് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വളരെ പിന്നെ ഇവിടെ എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ ഇതിന് വെക്കുന്ന ഫണ്ടിനകത്ത് 5 ലക്ഷം രൂപ കൊടുത്താൽ ഒരു ടിങ് ഷീറ്റ് ഇട്ടാണെങ്കിലും ആ ചുണ്ടൻവള്ളം ഒന്ന് സംരക്ഷിക്കാം. ഒരു പൈതൃകമായിട്ട് കാണാം. നെഹ്റു ചാടിക്കറിയല്ലേ നമ്മൾ ഇതിന് കാരണം 70 വർഷമായിട്ട് അവർക്ക് അതിനൊന്നും പറ്റിയില്ല എന്ന് പറയുമ്പോൾ എന്ത് അത്ഭുതം ഉണ്ടായിരുന്നു. അച്ഛനെ നമുക്ക് ജന്മം തന്ന അച്ഛനെ അമ്മ നോക്കാത്ത പോലെ അല്ലേ. പ്രത്യേകിച്ച് ഇപ്പോൾ CBL ഒക്കെ വരുന്ന കൂടുതൽ ഫണ്ടിന്റെ ഒരു ഇടപാടായി മാറിയിട്ടുണ്ട്. പരീക്ഷിക്കേണ്ട അത് നമ്മുടെ പുരാവസ്തുക്കാരെടുത്ത് വെക്കാം. അത് കാണാം. വേറെ മറ്റു രാജ്യങ്ങളിലൊക്കെ വേറൊരു വള്ളം ഇതുപോലെ UST ഗ്ലോബൽ IT കമ്പനിയിൽ അതിനകത്ത് അവർ സംരക്ഷിച്ച് നിലനിർത്തിയിട്ടുണ്ട്. പാർക്കിൽ നമ്മുടെ ചമ്പക്കുളം വെള്ളം ഇരിക്കുന്നത് അതിനകത്ത് കയറി ചെല്ലുന്നിടത്തിരുമുണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലും സംരക്ഷണമായിട്ട് വെച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ട്. കേൾക്കണം. അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്. ഇത് ഇപ്പൊ ഇത്ര 19 ചുണ്ടമ്പളോട് ഇത് പണിയുന്ന ചില ആളുകൾ കോഴിമുക്ക് നാരായണശാരിയുടെ പിൻതലമുറക്കാരായിട്ടുള്ള അഭിലാഷ് സാബു ചേട്ടനെ നമ്മുടെ ഉമാമകേശ്വർ ചേട്ടനൊക്കെ ഇവരെയൊക്കെ വെച്ച് അവരെയൊക്കെ ഒന്ന് വിളിച്ചു ഒരു കൈ. ഇത് ചെറിയ ഒരിക്കലും എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചതല്ല വരുന്നത്. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇപ്പൊ വള്ളം പണി നടക്കുന്ന ഒരാളുണ്ട്, വേണു ചേട്ടൻ്റെ മോൻ. അപ്പോൾ അതൊക്കെ മോശം കാര്യമാണ്. അപ്പോൾ അവരെ ഈ കരയ്ക്ക് വെച്ചാൽ ഇത് പണിയുന്നത്, അല്ലാതെ കുറച്ചിറക്കി കൊള്ളാം കരക്കോട്ട് കയറ്റി പണിയല്ല. ഇത് പണി തുടങ്ങുന്നുണ്ട് അന്ന് ഉളി കുത്തുന്നുണ്ട് അന്ന് പോലെ കരയ്ക്കെടുത്ത് പണിതിട്ട് കളിയിടന്നാണ് ഈ വള്ളം ഇറക്കുന്നത്. ഒരു ചെറിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു അങ്ങനെ പറഞ്ഞിട്ടാണ് ഒരാശാരി മരിക്കുകയും ഒരാശാരി ജനിക്കുകയും ചെയ്യുന്ന അന്ന്. വള്ളം ചരിഞ്ഞാൽ ആശാരി മരിച്ചു, വള്ളം നേരെ നിന്ന് വള്ളം ജയിച്ചു. അപ്പോൾ അവരെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ പേരിലെങ്കിലും അവരുടെ അച്ഛൻ്റെ പേരിലെങ്കിലും ഒരു പുരസ്കാരം എന്തെങ്കിലും ഒരു പുരസ്കാരം എല്ലാ വർഷവും കോഴിമുക്ക് നാരായണാചാര്യ പേരിൽ ഒരു പുരസ്കാരം കൊടുക്കണമെന്നും വിനീതമായി വള്ളംകളി ഇതോടും നിന്റെ സംഘാടക സമിതിയോട് അഭ്യർത്ഥിച്ചു. ഒപ്പം ഒരു കാര്യമുണ്ട്, 12 CBL ഇവിടെ നടത്തായിരുന്നു. 12 CBLന്റെ പ്രത്യേകത ഒരു നാടിന് 12 നാടിന്റെ ആഘോഷ പരിപാടിയായിരുന്നു. അപ്പൊ അത് വേണ്ട എന്ന് അല്ലെങ്കിൽ അത് കുറയ്ക്കുന്നതൊക്കെ ഈ ആവേശം പറ്റില്ല എന്ന് പറയാൻ നോക്കും, ഈ ആവേശം കണ്ടില്ല എന്ന് അടിക്കാൻ നോക്കും. അപ്പൊ അതുകൂടെ ചെയ്യണം. ഒപ്പം നമ്മുടെ ചെറുവള്ളങ്ങളെ കൂടെ എല്ലാ വള്ളയിലും പങ്കെടുപ്പിക്കുക. കാരണം ചോറുണ്ണുമ്പോൾ ചോറിന് ഇവിടെ വെക്കുന്ന കറികളാണ് ഈ ചെറുവള്ളം. പറ്റില്ല ഒരു നാടിന് പറ്റില്ല. അപ്പം വെപ്പുവെള്ളം എന്ന് പറഞ്ഞാൽ കരയ്ക്ക് വെക്കാനുള്ള വെള്ളമല്ല, കലക്കാനുള്ള വെള്ളമാണ്. വെച്ചെന്നും പറഞ്ഞുകൊണ്ട് വെപ്പുവെള്ളമല്ല, അത് പണ്ട് ചരിത്രമുള്ളതാണ്. ഇതൊക്കെ ഇവരുടെ കൂടെ നടന്ന വള്ളങ്ങളാണ്. അപ്പോൾ ആ മുന്നോട്ടുള്ള ചുണ്ടൻവള്ളത്തിന് കൊടുക്കുന്ന അത്രയും കൊടുത്തില്ലെങ്കിൽ കൂടി കൊടുക്കണം എന്നാണ് ആവശ്യം. എങ്കിലും അത്രയും കൊടുത്തില്ലെങ്കിൽ മറ്റു കളികളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യണം. നമ്മൾ പാട്ടിന്റെ കൂടെ താളം ഉണ്ടെങ്കിൽ അതിന് രസമുണ്ട്. ചുണ്ടൻവള്ളം അതെന്ന് പറഞ്ഞാൽ ഈ ചുണ്ടൻവള്ളത്തിന് സപ്പോർട്ട് ചെയ്യുന്ന അൻസാരികളാണ് ഈ മറ്റു ചെറുവള്ളം. ആശങ്കകളും ആവശ്യങ്ങളും ഒക്കെ ഒരു അടുത്ത ഒരു വള്ളംകളിയിൽ ഇതെല്ലാം ഞാൻ എന്റെ ബെഡ്റൂമിൽ ചെന്നത് എന്റെ ഭാര്യയോട് പറഞ്ഞു വല്ല കാര്യമുണ്ടോ? നാട്ടുകാർ മുഴുവൻ അറിയുകയാണ്, അധികൃതർ മുഴുവൻ അറിയുകയാണ്. വളരെ സജീവമായ ശക്തമായ തുറന്ന് പറയാണ്. വള്ളംകളി സ്നേഹി, വള്ളംകളിക്കാരൻ, ഒരു തുഴച്ചിക്കാരൻ എന്ന രീതിയിൽ പറയാണ്. മറ്റ് ഒരു ഫെസിലിറ്റിയോ അല്ല ഒരു ഇതും എനിക്ക് വേണ്ട. വള്ളംകളിക്കാരൻ, കുട്ടനാട്ടുകാരൻ എന്ന രീതിയിൽ ഈ വള്ളങ്ങളിൽ നിന്ന് പോകരുത്. കാരണം ഏറ്റവും നമ്മൾ മനസ്സിലാക്കാത്ത മറ്റൊരു കാര്യം പറയാം. ഞാൻ പറയുന്നത് ബുദ്ധിമുട്ടാണ്, നിർത്തിക്കൊള്ളാം. അതിന്റെ കാര്യം ഒരു കാര്യം നിങ്ങളുണ്ട്. ഇവിടെ ഈ 72 മത്സരിക്കുന്നുണ്ട്. ചുണ്ടൻവള്ളത്തെ 100 പേർക്കടുത്ത് കണക്കൂട്ടിക്കും, മറ്റേ 50 കേട്ടുണ്ട്. ഇവരാരും മദ്യപാനോ വലിയോ കുടിയോ ഒന്നും കാണത്തില്ല ഈ കുറെ കാലത്തേക്ക്, തൊഴിൽ കാലത്ത് ഇല്ലെന്ന്. ഇവർ ആരോഗ്യം ഉണ്ടെങ്കിലേ കേട്ടതല്ലേ ഞാൻ കാണാന്ന് പറഞ്ഞാൽ ചെവി കുടിച്ചിറക്കുകയല്ലേ. അപ്പോൾ ഈ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ഇതിനു വേണ്ടി പറഞ്ഞില്ല. അപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിച്ചാൽ 12 കളിക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചിന്തകൾ മാറി അവർക്ക് ജീവിക്കണമെന്ന് അവരുടെ ശരീരത്തോട്. നമുക്ക് ആദ്യം സ്നേഹം വേണ്ട നമ്മുടെ ശരീരത്തോടാണ്. ആ ശരീരത്തോട് സ്നേഹമുള്ള ഈ വള്ളത്തോടെ എൻ്റെ അനിയന്മാർ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ അവർ അതിനോ കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ ഭയങ്കര. നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഓടാനും ചാടാനും ഒക്കെ അതെല്ലാം കൂലിപ്പണിയാരാന്നേ. ഇത് വേണ്ടാന്ന് വെച്ചപ്പോൾ എൻ്റെ അനിയൻ ചോദിച്ചോ ഞാൻ എന്നെ എടുക്കുമെന്ന് ചോദിച്ചു അമ്മമാർ. അപ്പം ഞാൻ പറഞ്ഞ പരിപാടാ റെഡിയാകുമ്പോൾ പറയും. അപ്പോൾ ഇത് പിടിച്ചു മേടിച്ച കളിയും കൂടെ ആയിട്ട് രുചിയേറുന്ന കേട്ടോ. അപ്പോൾ സന്തോഷം എല്ലാവർക്കും. വള്ളംകളി കാണാൻ എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും, വീട്ടിൽ ഇരുന്ന് കാണുന്നവർക്കും നമ്മുടെ മലയാളം ന്യൂസ് മലയാളത്തിൻ്റെ കൂടെ എൻ്റെയും സ്നേഹാശംസകൾ. ഒത്തിരി ഇഷ്ടത്തോടെ ഒരുപാട് സ്നേഹത്തോടെ കുട്ടനാട്ടുകാരൻ പ്രമോദ് വെളിയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ഇനി ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പാണ്. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ കഴിഞ്ഞു. ഞാനിപ്പോൾ ഫിനിഷിംഗ് പോയിന്റിലേക്കാണ് ആണുള്ളത്. ക്യാമറ എവിടേക്ക് തിരിച്ചാൽ കാണാം. ആ 4 തൂണുകൾ കണ്ടില്ലേ, 5 തൂണുകൾ കണ്ടില്ലേ, 4 ട്രാക്കുകൾ. ഈ ട്രാക്കുകളിൽ ഇന്ന് വൈകുന്നേരം 5:30 ശേഷം അവസാനത്തെ ഫൈനൽ മത്സരത്തിൽ ഏത് വള്ളമായിരിക്കും ആദ്യം കടന്നു പോകുക എന്ന ആ ഗോൾഡൻ നിമിഷത്തിന് വേണ്ടി, ആ മൊമെന്റിന് വേണ്ടിയാണ് ഈ ആളുകൾ മുഴുവൻ കാത്തിരിക്കുന്നത്. ഗ്യാലറികൾ ഇപ്പോൾ തന്നെ ഇളകി മറിയുകയാണ്. നമ്മളോടൊപ്പം ബോട്ട് ക്ലബ് ആരാധകരുണ്ട്, വള്ളംകളി ആരാധകരുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ജലത്തുള്ളികൾക്ക് തീപിടിക്കും, ഈ ഗ്യാലറികളിലെ ഓരോ മണൽത്തരികൾക്കും തീപിടിക്കും. അത് കാത്തിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ഈ
ഇപ്രാവശ്യം ഞങ്ങൾ 5ാമത്തെ കപ്പ് BBC ഇപ്രാവശ്യം ഞങ്ങളെ കപ്പ് കൊണ്ടുപോകും. ഞങ്ങളുടെ കാറിച്ചാൽ ജലരാജാവ് എന്നറിയപ്പെടുന്ന കാറിച്ചാൽ. അതായത് ഈ നെഹ്റു ട്രോഫി സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നത് വയനാടുമായി ബന്ധപ്പെട്ട് ഇത് നടക്കുന്നതിൽ ഒരു അനിശ്ചിത്വമായിരുന്നു. പക്ഷേ ആ അനിശ്ചിത്വത്തിനെതിരെ ഇവിടെ വള്ളംകളി സംരക്ഷണ സമിതി എന്ന രീതിയിലേക്ക് രൂപപ്പെടുകയും അവരെല്ലാവരും ചേർന്ന്, അതായത് വള്ളംകളി ആരാധകരുണ്ട് ആ കൂട്ടത്തിൽ, ബോട്ട് ഉടമകളുണ്ട് ആ കൂട്ടത്തിൽ, അതുപോലെ തന്നെ വള്ളം തുഴയുന്ന ക്ലബ്ബുകളുണ്ട്. ഇവിടെ എല്ലാവരും കൂടെ അടിസ്ഥാനത്തിൽ ഇവിടെ വള്ളംകളി സംരക്ഷണ സമിതി തുടരുകയും അവരുടെ നിരന്തരമായ ആവശ്യത്തിന് പുറത്തും മാധ്യമങ്ങളുടെ വാർത്തയോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ ഈ ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് സർക്കാർ സംവിധാനങ്ങൾ പിന്തിരിയുകയാണ് ചെയ്തത്. അങ്ങനെ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഒന്നുകൂടെ ആവേശം പകരാൻ വേണ്ടി നമുക്ക് കുറച്ച് വഞ്ചിപ്പാട്ടുകാരെ കിട്ടിയിരിക്കുകയാണ്. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ പറഞ്ഞതങ്ങനെ തന്നെ പറഞ്ഞതങ്ങനെ തന്നെ പറഞ്ഞതങ്ങനെ തന്നെ പാതിരവായല്ലോ ഭക്തി പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ ഭക്തി പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ ഭക്തി തകലം തീരകതോ തീരതിത്തോ തിത്തോ തികിതോ കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിലേടോന്നേ കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിലേടോന്നേ കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ പടയോട്ടം ഈ പുന്നമടക്കായലിൽ ആരംഭിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. നമ്മൾ പുന്നമടക്കായലിലേക്കൊന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്ന കാഴ്ച കണ്ടില്ലേ? പുന്നമടക്കായലിന്റെ ഇരു കരകളിലും ജനസഹസ്രങ്ങൾ ശ്വാസമടക്കി പിടിച്ചു നിൽക്കുകയാണ്. ജലോത്സവ പ്രേമികള് ഇങ്ങനെ സ്തബ്ധരായി നിൽക്കുകയാണ്. തങ്ങളുടെ ജലരാജാക്കന്മാര് കടന്നു വരുന്നത് കാണുവാൻ, അവരെ ആർപ്പുവിളികളുടെ ആരവങ്ങളോട് അവരെ വരവേൽക്കാൻ, എതിരേൽക്കാൻ ജലോത്സവ പ്രേമികള് ഇതാ തയ്യാറായി നിൽക്കുന്നു. അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിൽ വരെയുള്ള ഈ കരകളിൽ ശ്വാസമടക്കി പിടിച്ച് ജലോത്സവ പ്രേമികള് നിൽക്കുന്ന കാഴ്ച. പുന്നമടക്കായലിന്റെ തീരത്തുള്ള വൃക്ഷത്തലപ്പുകളെല്ലാം ദാ അനക്കമില്ലാതെ സ്തബ്ധരായി അതിന്റെ ഇലകളും ശാഖകളുമൊക്കെ പുന്നമടക്കായലിലേക്ക് കുമ്പിട്ട് നോക്കുന്ന കാഴ്ച കണ്ടില്ലേ? തങ്ങളുടെ ജലരാജാക്കന്മാര് കടന്നു വരുന്നത് കാണുവാനായിട്ട് അങ്ങ് ചുണ്ടൻ വള്ളങ്ങളുടെ 3ാം ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെങ്കിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള നാടാണ് ഈ ആലപ്പുഴ. ആലപ്പുഴയുടെ പുന്നമടക്കായലിൽ ഇതാ ചുണ്ടൻ വള്ളങ്ങളുടെ 3rd ലൂസേഴ്സ് ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു. 1ാം ട്രാക്കിൽ സെന്റ് ജോർജ് പഴയ സെന്റ് ജോർജ് ചുണ്ടൻ 1964 UBC കൈനഗരിയുടെ കരുത്തിൽ നെഹ്റു ട്രോഫി നേടിയതാണ്. ഇന്നിവിടെ തുഴയുന്നത് സെന്റ് ജോസഫ് ബോട്ട് ക്ലബ് കായൽപ്പുറമാണ്. ഫാദർ അഗസ്റ്റിൻ പങ്ങനാം തടത്തിൽ ക്യാപ്റ്റനായിട്ടുള്ള ടോണി മോഴൂർ സിറിയക്ക് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള സെന്റ് ജോർജ് 1ാം ട്രാക്കിൽ 3ാം ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ സമയക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ ഈ പറഞ്ഞ ചുണ്ടനുകൾ എത്തിയത്. 2ാം ട്രാക്കിൽ ചെറുതനയാണ്. പഴയ ചെറുതന 2004 കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ കരുത്തിൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടതാണ്. 3ാം ട്രാക്കിൽ ശ്രീവിനായകൻ, 4ാം ട്രാക്കിൽ ആയാവറമ്പ് പാണ്ടി. അങ്ങനെ 4 ജലരാജാക്കന്മാർ. ആര് പറഞ്ഞു പ്രാഥമിക മത്സരത്തിൽ ഞങ്ങൾ പിന്നാക്കം പോയെന്ന്? ഇല്ല, ഞങ്ങൾ പിന്നോക്കം പോയില്ല. കണ്ടില്ലേ, ഒരു ഫൈനൽ മത്സരത്തിന്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ട് അവരങ്ങനെ കടന്നു വരികയാണ്. നദോന്നതയുടെ വഞ്ചിപ്പാട്ടിന്റെ താളമൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ദ്രുത താളമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. 1 മിനിറ്റിൽ 96
തുഴകൾ വരെ വീഴുന്ന കുമരകത്തുകാരുടെ പെരുക്കത്താളമാണ് ഇവിടെ അരങ്ങേറുന്നത്. അതുപോലെ ഒരു മിനിറ്റിൽ 70 മുതൽ 80 വരെ തുഴകൾ വീഴുന്ന കുട്ടനാട്ടുകാരുടെ ഇടത്താളമുണ്ട്. അതുപോലെ ഒരു മിനിറ്റിൽ 70 തുഴകൾ മാത്രം വീഴുന്ന കൊല്ലംകാരുടെ അയഞ്ഞതാളമുണ്ട്. ഇവിടെ ഇടത്താളവും അയഞ്ഞതാളവും പെരുക്കത്താളവും സമന്വയിക്കുകയാണ്. അധ്വാനത്തിന്റെ പ്രതീകമായ വിയർപ്പ് തുള്ളികളും ഈ പുന്നമട കായലിലെ ജലത്തുള്ളികളും സമന്വയിച്ചുകൊണ്ട് ഇവിടെ ആവേശത്തിന്റെ ആഹ്ലാദത്തിന്റെ വേലിയേറ്റം സൃഷ്ടിച്ചിരിക്കുകയാണ്. പുന്നമട കായലിന്റെ ഓളവും തീരവും ഇന്ന് ആവേശത്തിന്റെ ആലിംഗനങ്ങളാൽ തഴുകപ്പെടുകയാണ്. കണ്ടില്ലേ, ഇരു കരകളിൽ നിൽക്കുന്ന ജലസഹസ്രങ്ങള് തോർത്തുകൾ വീശി കൈകൾ വീശി ജലരാജാക്കന്മാരെ വരവേൽക്കുന്നത് കണ്ടില്ലേ? ആര് പറഞ്ഞു ഇത് 3-ാം സ്ഥാനത്ത് എത്തിയ വള്ളങ്ങളാണെന്ന്? ഇത് 1-ാം സ്ഥാനമാണെന്ന് തോന്നിപ്പോകുമാർ ഫൈനൽ മത്സരത്തിന്റെ എല്ലാ പ്രതീതിയും ജനിപ്പിച്ചുകൊണ്ട് ജനോത്സവ പ്രേമികളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് 1-ാം ട്രാക്കിലെ സെന്റ് ജോർജ്, 2-ാം ട്രാക്കിലെ ചെറുതന, 3-ാം ട്രാക്കിലെ ശ്രീവിനായകൻ, 4-ാം ട്രാക്കിലെ ആയാപറമ്പ് പാണ്ടി ഇങ്ങനെ കടന്നു വരികയാണ്. കണ്ടില്ലേ, എന്തൊരു ഉജ്ജ്വലമായ കാഴ്ചയാണ്. ഏത് കർമ്മത്തിനും ഊർജം പകരാൻ ഗാനങ്ങളെ ആശ്രയിച്ച ഈ കേരളത്തിൽ വഞ്ചിപ്പാട്ടിന്റെ രാഗതാളലയ തരംഗങ്ങളെ അടിക്കുന്ന ഫിനിഷിംഗ് പോയിന്റിലേക്ക് 4 ജലരാജാക്കന്മാർ പാഞ്ഞെടുക്കുമ്പോൾ ശേഷം വിവരണത്തിന് മൈക്ക് ശ്രീ ജോളി എതിരേറ്റുകയും. താങ്ക് യു മിസ്റ്റർ ഡി സജി ഹരിപ്പാട്. ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ തേർഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ച് ഫിനിഷിംഗിനോട് അടുക്കുകയാണ്. 1-ൽ സെന്റ് ജോർജ്, 2-ൽ ചെറുതന, 3-ൽ ശ്രീവിനായകൻ, 3-ൽ ആയാപറമ്പ്, 4-ൽ ആയാപറമ്പ് പാണ്ടി. ഒരു ഫൈനൽ മത്സരം. അത് 1-ലെ ചെറുത് സെന്റ് ജോർജും 2-ലെ ചെറുതനയും 3-ലെ ശ്രീവിനായകനും ആയാപറമ്പ് പാണ്ടിയും ഒരുപോലെ ഈ പുന്നമട കായലിലൂടെ കുതിച്ചു പായുകയാണ്. 4-ലെ ആയാപറമ്പ് പാണ്ടി അല്പം മുൻപിലേക്ക് കടന്നു വരുന്നു. സെന്റ് ജോർജ് 1964 നെഹ്റു ട്രോഫി ജേതാക്കള്. ചെറുതന 2004 കുമരകത്തിന്റെ നേതൃത്വത്തിൽ ട്രോഫി ജേതാക്കള്. ഇല്ല, ആയാപറമ്പ് പാണ്ടി തന്നെ 4-ാം ട്രാക്കിലൂടെ 19-ാം നമ്പർ വള്ളം ഏതാണ്ട് അര വള്ളപ്പാടുകൾക്ക് ഇല്ല വിട്ടുകൊടുക്കുന്നില്ല. 4-ാം നമ്പർ വള്ളം ചെറുതന ഇല്ല, തൊട്ട് പിന്നാലെ 12-ാം നമ്പർ വള്ളം സെന്റ് ജോർജ്, അതെ 19-ാം നമ്പർ വള്ളം അതെ ആയാപറമ്പ് പാണ്ടി തന്നെ അല്പം മുൻപിലോട്ട് കുതിച്ചു പോകുന്നു. തൊട്ട് പിന്നാലെ ചെറുതനയും ആയാപറമ്പ് പാണ്ടി കടന്നു പോകുന്നു. ചെറുതന, ശ്രീവിനായകൻ, സെന്റ് ജോർജ് കടന്നു പോകുന്നു. അങ്ങനെ ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ തങ്കമ്മയ്ക്ക് വീട്ടിൽ പോണം, തത്തച്ചുണ്ടൻ വള്ളം വേണം. തങ്കമ്മയ്ക്ക് വീട്ടിൽ പോണം, തത്തച്ചുണ്ടൻ വള്ളം വേണം. ആ വള്ളത്തെ 10 ആള് വേണം മക്കര കയറ്റിറക്കാൻ. പുന്നമട കായലിലെ വള്ളംകളി അടുത്തല്ലോ. പുന്നമട കായലിലെ വള്ളംകളി അടുത്തല്ലോ. കപ്പ വേണം, മീനും വേണം, ചാരായം വേണം. കപ്പ വേണം, മീനും വേണം, ചാരായം വേണം. പുന്നമട കായലിലെ വള്ളംകളി അടുത്തല്ലോ. പുന്നമട കായലിലെ വള്ളംകളി അടുത്തല്ലോ. നമ്മക്കൊന്നു പോയിടേണ്ടേ തങ്കമ്മ കൊച്ചേ, എടി നമ്മക്കൊന്നു പോയിടേണ്ടേ തങ്കമ്മ കൊച്ചേ. ചമ്പക്കുളം കായലിലെ വള്ളംകളി അടുത്തല്ലോ. ചമ്പക്കുളം കായലിലെ വള്ളംകളി അടുത്തല്ലോ. നമ്മക്കൊന്നു പോയിടേണ്ടേ തങ്കമ്മ കൊച്ചേ, എടി നമ്മക്കൊന്നു പോയിടേണ്ടേ തങ്കമ്മ കൊച്ചേ.
പള്ളാത്തുരുത്തിന്. അഞ്ചു അങ്ങനെയാണോ അഞ്ചു? എന്നാ കളിക്കാരൊക്കെ കയറാൻ വേണ്ടി പോണാണ്. ഇതാ ചേട്ടന്മാരെ, അഞ്ചു വലിയ കോൺഫിഡൻസ് അല്ലേ ഇവർക്ക്? ഒരു വള്ളച്ചാലകലത്തിലായിരിക്കോ? എങ്ങനെയാണ് ഒരു വള്ളച്ചാലകലം ഒഴിക്കോ? എന്ത് കോൺഫിഡൻസിന് കാരണം എന്താ? ഇത്ര എന്തെങ്കിലും തന്ത്രം ഒളിച്ചു വെച്ചിട്ടുണ്ടോ? ഒരു തന്ത്രമില്ല, കഷ്ടപ്പാട് തന്നെ. പ്രാക്ടീസ് മുഖ്യം. ഒരു തൊഴപ്പാട് സെക്കൻഡ് കളി വെച്ചിരിക്കും. അരവെള്ളപ്പാട് ഉറപ്പാണോ? 100%. ഒരു സെക്കൻഡ്സിന്റെ വ്യത്യാസം വരുന്നു, അത് മാറും. ഒരു സെക്കൻഡ് മതി, വിജയത്തിന് ഒരു സെക്കൻഡ് മതി. BBC പള്ളാത്തുരുത്തി തന്നെ കൊണ്ടുവരും തീർച്ചയായും. ആണല്ലേ, കപ്പ് വെക്കാൻ വേണ്ടി മാത്രമേ. വേറെ ലെവലാ എന്തായാലും. BBC കപ്പ് എടുത്തിരിക്കും. തുടർച്ചയായ 5ാമത്തെ കപ്പും ഇവിടെ ഞങ്ങൾ വൈകുന്നേരം കൊണ്ടുവരും. എന്ത് ഈ ആത്മവിശ്വാസത്തിന്റെ കാരണം എന്താ? നമ്മുടെ പിള്ളേരുള്ള വിശ്വാസം. ഉറപ്പായിട്ടും 100% ഞങ്ങൾ ജയിച്ചില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. അതിനാണ് ചേച്ചിമാരെല്ലാം പറയണത് ഉറപ്പായിട്ടും കപ്പ് കൊണ്ടുവരുന്നത്. അമ്മച്ചിയോട് ചോദിക്കും, അമ്മച്ചി കപ്പ് കൊണ്ടുവരുമോ ഇത്തവണ? ഞങ്ങളുടെ എനർജിയാ ഞങ്ങളുടെ കുഞ്ഞുങ്ങള്. ഈ കപ്പ് 4 വർഷമായിട്ട് ഇവിടെ തന്നെ. പിന്നെ ഈ വർഷം പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇവിടെ തന്നെ. കപ്പ് ഇവിടെ തന്നെ. ആർക്കും കൊടുക്കത്തില്ല. കൊണ്ടുപോണ കപ്പ് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി തന്നെ. 5ാമത്തെ ട്രോഫി പള്ളാത്തുരുത്ത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വള്ളം സ്റ്റാർട്ടിംഗ് പോയിന്റ് പോകട്ടെ. ഒന്നാം ട്രാക്കിൽ നടുഭാഗം, 2ാം ട്രാക്കിൽ കാരിച്ചാൽ, 3ാം ട്രാക്കിൽ വിയപുരം BBC വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ വിയപുരവും, 4ാം ട്രാക്കിൽ നിരണവും തമ്മിലുള്ള നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടനും തമ്മിലുള്ള ഫൈനൽ മത്സരം ഇതാ സമാരംഭിച്ചിരിക്കുന്നു. ഇടിമിന്നലിന്റെ ഗാംഭീര്യവുമായി നടുഭാഗം കടന്നു വരുന്നു. അലമാലകൾ അലതല്ലുന്ന സാഗരത്തിന്റെ ഗരിമയുമായി കാരിച്ചാൽ കടന്നു വരുന്നു. മനുഷ്യാത്മാവിന് പുണർന്നൊഴുകുന്ന നിലാവിന്റെ കുളിർമയുമായി വിയപുരം കടന്നു വരുന്നു. അരുണോദയത്തിൽ വിടരുന്ന ആ സൂര്യന്റെ മന്ദഹാസം പോലെ നിരണം ചുണ്ടൻ കടന്നു വരുന്നു. അങ്ങനെ 1000 ആദിത്യന്മാർ ഒരുമിച്ച് ഉദിക്കുന്നത് പോലെയുള്ള ഉജ്ജ്വലമായ ഒരു കാഴ്ച കണ്ടില്ലേ? കയ്യിൽ ഒരു ഇന്ദ്രധനുസ്സുമായി കാറ്റത്ത് പെയ്യുവാൻ നിന്ന തുലാവർഷമേഘമേ, കമ്ര നക്ഷത്ര രജനിയിൽ ഇന്നലെ കണ്ടുവോ നീ എന്റെ രാജഹംസങ്ങളെ എന്ന് വയലാറ് ചോദിച്ച 4 രാജഹംസങ്ങള് നടുഭാഗം കാരിച്ചാൽ, വിയപുരം, നിരണം. കാലം സാക്ഷി, ചരിത്രം സാക്ഷി, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജലോത്സവ പ്രേമികൾ സാക്ഷി, ജനസഹസ്രങ്ങൾ സാക്ഷി, നക്ഷത്രങ്ങൾ സാക്ഷി, 8 ദിക്കുകളും 7 ലോകങ്ങളും സാക്ഷി, സപ്തസാഗരങ്ങൾ സാക്ഷി, ആകാശഗംഗയെ മണ്ണിലൊഴുക്കിയ ഭഗീരഥൻ സാക്ഷി കടന്നു വരുന്നു. തീരങ്ങളിൽ നിന്നുയരുന്ന ആയിരങ്ങളുടെ ആരവം ആവേശമന്ത്രമായി ഹൃദയത്തിലേറ്റെടുത്തുകൊണ്ട് വഞ്ചിപ്പാട്ടിന്റെ ഈണം ആവാഹിച്ച് കരുത്ത് സിരകളിൽ നിന്ന് തുഴകളിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിടുന്നു. 1ാം ട്രാക്കിലെ നടുഭാഗം കുമരകം ടൗൺ ബോട്ട് ക്ലബിന് കഴിഞ്ഞ വർഷം 6 മൈക്രോ സെക്കൻഡിന് 1ാം സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് അത് വീണ്ടെടുക്കുമോ? അതല്ല, കാരിച്ചാലിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ പുതിയ റെക്കോർഡ് ഇടാൻ പോവുകയാണ്. തുടർച്ചയായി 5 നെഹ്റു ട്രോഫി നേടുക എന്ന അപൂർവങ്ങളിൽ അപൂർവമായ ബഹുമതിക്ക് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അർഹരാകാൻ പോവുകയാണ്. കാരിച്ചാലിനെ വീണ്ടും വിജയത്തിലേക്ക് എത്തിക്കാൻ പോവുകയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അലൻ 3 നയിക്കനും എയ്ഡൻ 3 നയിക്കനും ക്യാപ്റ്റന്മാരായിട്ടുള്ള മനോജ് PP ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള കാരിച്ചാൽ 2ാം ട്രാക്കിലെ കാരിച്ചാലാണ് അല്പം മുന്നിൽ. അതെ, 3ാം ട്രാക്കിലെ
ട്രാക്കിലെ വീയപുരമുണ്ട്, വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ വീയപുരമുണ്ട്. 4ാം ട്രാക്കിലെ നിരണമുണ്ട്. ജനം അത്ഭുതാഹ്ലാദ രോമഹർഷങ്ങൾ തൻ ജയപുഷ്പ ചക്രങ്ങൾ അർപ്പിക്കുകയാണ്. കണ്ടില്ലേ, കോടി കോടി പുരുഷാന്തരങ്ങൾ മുത്തുചൂടിച്ച സംസ്കാര ചക്രവാളങ്ങളെ സാക്ഷി നിർത്തി കടന്നു വരുന്നത് കണ്ടില്ലേ. തിരികൊളുത്തുവിൻ ചക്രവാളങ്ങളെ, വഴിയൊരുക്കുവിൻ മാലാഖമാരെ, മണിമയ സ്വർഗവാതിൽ തുറന്നൊരു കനകതാരകം ഉദിക്കുന്നു ദൂരെ. അതെ, 4 കനകതാരകങ്ങള് ഈ പുന്നമടയാറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് 4 കറുത്ത പടക്കുതിരകള് ജലപ്പരപ്പിലൂടെ കുതിച്ചു പാഞ്ഞു വരുന്ന കാഴ്ച കണ്ടില്ലേ. എന്തൊരാവേശമാണ്, എന്തൊരാഹ്ലാദമാണ്. ജലോത്സവ പ്രേമികള് ഇങ്ങനെ നടുഭാഗം ജയിക്കുമോ, കാരിച്ചാൽ ജയിക്കുമോ, വീപുരം ജയിക്കുമോ, നിരണം ജയിക്കുമോ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ജയിക്കുമോ, കുമരകം ടൗൺ ബോട്ട് ക്ലബ് ജയിക്കുമോ, അതോ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി ജയിക്കുമോ, നിരണം ബോട്ട് ക്ലബ് ജയിക്കുമോ? ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി നടുഭാഗവും കാരിച്ചാലും വീയപുരവും നിരണവും ആരാണ് മുന്നിലെന്ന് പറയാൻ കഴിയുന്നില്ല. 1ാം ട്രാക്കിലെ നടുഭാഗം, അതേ നടുഭാഗമുണ്ട്. 2ാം ട്രാക്കിലെ കാരിച്ചാല് ഒപ്പത്തിനൊപ്പം, 3ാം ട്രാക്കിലെ വീയപുരം ഒപ്പത്തിനൊപ്പം, 4ാം ട്രാക്കിലെ നിരണം. അയ്യോ, ഇതെന്തൊരു മത്സരമാണ്! ആരാണ് നോക്കി നിൽക്കാത്തത്? എന്തൊരു അഴകാണ്! അമ്മയെ സുന്ദരമായ വർണ്ണപ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരുന്നു ഓവർടോ ജോളി എതിരേറ്റ്. താങ്ക് യു മിസ്റ്റർ ഡി സജി ഹരിപ്പാട്. ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം. 1-ൽ നടുഭാഗം, 2-ൽ കാരിച്ചാൽ, 3-ൽ നിരണം. ഇതാ 2-ലെ കാരിച്ചാൽ, ഇല്ല 3-ലെ വീയപുരം. കാരിച്ചാലും വീയപുരവും അതുപോലെ നിരണവും തമ്മിൽ പൊരിഞ്ഞു പോരാടുന്നു. 1-ലെ നടുഭാഗം അല്പം മുൻപിൽ, ഇല്ല പള്ളാത്തുരുത്തിയുടെ കാരിച്ചാൽ, ഇല്ല അട്ടിമറി ഇവിടെ ഉണ്ടാകും. ഇതാ ആര് 1-ലെ നടുഭാഗം, ഇല്ല 2-ലെ കാരിച്ചാൽ, 3-ലെ വീയപുരം, 4-ലെ നിരണം. ആരാണ് ഇവിടെ വിജയിക്കുക? ഇതാ വീയപുരം, വീയപുരം, ഇല്ല PBCയുടെ കാരിച്ചാലും വീയപുരവും നടുഭാഗവും നിരണവും കടന്നു പോകുന്ന മനോഹരമായ ദൃശ്യം. ആരാണ് ജയിച്ചത് എന്ന്, ആരാണ് കടന്നുപോയത് എന്ന് ജഡ്ജസാണ് ഔദ്യോഗികമായി പറയേണ്ടത്. ജലോത്സവ ലോകം ഉറ്റുനോക്കിയ 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ അതിന്റെ മൂർച്ഛന്യാവസ്ഥയില് തുടക്കം മുതലേ ഒരുപോലെ കടന്നുപോയ 4 രജരാജാക്കന്മാര് ഫിനിഷിങ്ങിനോടടുത്തപ്പം 1-ലെ നടുഭാഗം അല്പം മുൻപിലേക്ക് കടക്കുന്നു. തൊട്ടു മുൻപില് ഇതാ PBC ലീഡെടുക്കുന്നു. തൊട്ടു മുൻപില് ഇതാ വീയപുരം കുതിക്കുന്നു. തൊട്ടു മുന്നാലെ നിരണം കുതിക്കുന്നു. ജഡ്ജസാണ് ഔദ്യോഗികമായി ആര് വിജയിച്ചത് എന്ന് പറയുന്നത്. കാരിച്ചാൽ മൈക്രോ സെക്കൻഡുകൾക്ക് വിജയിച്ചിരിക്കുന്നു. അപ്പോ കാരിച്ചാൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാരിച്ചാൽ വിജയിച്ചിരിക്കുന്നു. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ വിജയിച്ചിരിക്കുന്നു. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് 5 തുടർച്ചയായി എന്ന പ്രത്യേകത കൂടിയുണ്ട്. 16ാം തവണ കപ്പെടുക്കുകയാണ് കാരിച്ചാൽ. അതോടൊപ്പം തന്നെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 5ാം തവണ വിജയം. തുടർച്ചയായ 5ാം തവണ തുടർച്ചയായ വിജയം. കിരീടമെടുത്തു. ഏറ്റവും കാര്യം ഇപ്പോഴും പറയുകയാണ് കേട്ടോ. ഫോട്ടോ ഫിനിഷാണ്. വെയിറ്റ് ചെയ്യൂ, ഒന്നുകൂടെ വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അയ്യോ, ഉദ്വേഗഭരിതം. ഓഡിയോ ഇല്ല കേട്ടോ. അപ്പൊ അതായത് മൈക്രോ സെക്കൻഡുകൾക്കാണ് വിജയിക്കുക. ആര് വിജയിച്ചാലും എന്നത് തന്നെയാണ് അവിടെ നിന്ന് പറയുന്നത്. കാരിച്ചാൽ 4.29 സെക്കൻഡുകൾക്ക്, വീയപുരം 4.29, അതിനുശേഷമാണ് 0.790, അതിലാണ് വ്യത്യാസം. വെറും 0.5 ഈ വ്യത്യാസം വന്നിരിക്കുന്നത്. തൊട്ടു പിന്നാലെ നടുഭാഗവുമുണ്ട്, ഒപ്പത്തിനൊപ്പമുള്ള നിരണവും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമുണ്ട്. പക്ഷേ മൈക്രോ സെക്കൻഡുകൾക്ക് കാരിച്ചാൽ വിജയിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. മൈക്രോ സെക്കൻഡുകൾക്ക് കാരിച്ചാൽ വിജയിച്ചിരിക്കുന്നു. കാരിച്ചാൽ തന്നെയാണ് ചാമ്പ്യന്മാർ. വീയപുരം 4.29, 0.790 എന്നാണ്. കാരിച്ചാൽ 4.29,
0.785 എന്നാണ്. അതായത് മൈക്രോ സെക്കൻഡുകൾക്ക് തന്നെ കഴിഞ്ഞ തവണത്തേതിന് സമാനമായി വിജയിച്ചിരിക്കുന്നു. പക്ഷേ കാരിച്ചാൽ ഇപ്പോൾ വിജയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്ലബ്ബ് വിജയിക്കുന്നു, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വള്ളവും വിജയിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. തീർച്ചയായും. അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ജലരാജാവാര്, പുന്നമടയിൽ ആര് കപ്പുയർത്തുമെന്നതിന് ഒരൊറ്റ ഉത്തരം. തുടർച്ചയായ 5ാം വട്ടവും ആ കപ്പ് അങ്ങ് എടുത്തിട്ടുണ്ട് PBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. എന്തായാലും നേരിൽ കണ്ട് പ്രേക്ഷകളെ എങ്ങനെ നോക്കി കാണുന്ന ഈ മത്സരം? ഈ മത്സരം ഇതിനു മുമ്പ് ഇങ്ങനൊരു മത്സരം നടന്നത് 2002 കുമരകം ബോട്ട് ക്ലബിൻ്റെ വെള്ളംകുളങ്ങര മത്സരം വള്ളം 5 മിനിറ്റ് 7.8 സെക്കൻഡ് വലിക്കുമ്പോഴേക്കും സെൻറ്റ് ജോർജ് ബോട്ട് ക്ലബ് എടത്വായുടെ ആയാപറമ്പ് വലിയ ദിവാഞ്ചി വെള്ളം 5 മിനിറ്റ് 7.9 സെക്കൻഡിൽ, അതായത് 1 മൈക്രോ സെക്കൻഡിന് അന്ന് തോറ്റുപോയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ വർഷം കാരിച്ചാൽ 5 മിനിറ്റ് 29.78 മൈക്രോ സെക്കൻഡ് ജയിക്കുമ്പോൾ അതുപോലെ വിയപുരം 5 മിനിറ്റ് 29.79 സെക്കൻഡിന്, അതായത് 1 മൈക്രോ സെക്കൻഡിന്. കഴിഞ്ഞ വർഷം 7 മൈക്രോ സെക്കൻഡ് വ്യത്യാസമുണ്ടായിരുന്നെങ്കിൽ ഇത്രയും അതില്ല, ഇത്തവണ 1 മൈക്രോ സെക്കൻഡിന്. വീണ്ടും ഒരു ചരിത്രം പിറന്നിരിക്കുന്നു പുന്നമടയിൽ. തീർച്ചയായും കാരിച്ചാലിനൊരു ചരിത്രം, അതുപോലെ തന്നെ PBCക്ക് ഒരു ചരിത്രം, മനോജ് പവിത്രനൊരു ചരിത്രം, മനോജ് പത്തതെങ്ങിനൊരു ചരിത്രം, പഞ്ചാര പ്രസിഡന്റ് എന്ന് പറയുന്ന പങ്കായക്കാരനൊരു ചരിത്രം, വരുൺ ശർമ്മയ്ക്കൊരു ചരിത്രം. അങ്ങനെ ചരിത്രങ്ങൾ എഴുതുകയാണ് വള്ളാത്തുരുത്തി ഇതിലൂടെ. ഒരു മാസം മത്സരം മാറ്റി വെച്ചപ്പോൾ ആവേശം കുറയുന്നു നാട്ടുകാരുടെ ആവേശം വരുമോ? കേരളത്തിലെ ജലോത്സവ പ്രേമികളുടെ ആവേശം നിൽക്കുമോ? ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടെ ഒന്ന് കണ്ണോടിക്കുക. ഒരിക്കലും ഈ ആവേശം, പുന്നമടയുടെ ആവേശം ഒരിക്കലും കെട്ടുപോകുകയില്ല. അത്ര മനോഹരമായിട്ടായിരിക്കും മത്സരങ്ങൾ സംഘടിപ്പിക്കുക. തീർച്ചയായിട്ടും. കാരണം ഇത് ജലോത്സവ ലോകത്തെ ഏറ്റവും വലിയൊരു വിസ്മയം. കാരണം ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചരിത്ര വിജയം തന്നെയാണ്. ഈ പള്ളാത്തുരുത്തിയുടെ തങ്കലിപികളിൽ എഴുതി ചേർക്കാൻ പറ്റിയ കാരിച്ചാൽ 15 വർഷമായിട്ട് കരസ്ഥമാക്കിയ കാരിച്ചാലിലെ ഇങ്ങനൊരു ചരിത്രം. പക്ഷേ ഇതിനു മുമ്പേ അന്ന് ഈ സാങ്കേതിക വിദ്യയിലായിരുന്നു ഒരുമിച്ച് വരുന്നതുകൊണ്ട് 2 പങ്കിട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര കൃത്യമായിട്ട് ഒരിക്കൽ പോലും 1 മൈക്രോ സെക്കൻഡെങ്കിലും ഏതെങ്കിലും ഒരു വള്ളം എവിടെയെങ്കിലും ജയിച്ചിരിക്കും. അത് മൈക്രോ സെക്കൻഡുകൾ വരുമ്പോൾ തീർച്ചയായും ഉണ്ടാകും. രാജാതിരാജന്മാരുടെ ചരിത്രം, വള്ളങ്ങളുടെ കിരീടം വെച്ച മുടിചൂടാ മന്നന്മാരുടെ ചരിത്രം, വള്ളങ്ങളുടെ പ്രഭുക്കന്മാരുടെ ചരിത്രം, പ്രഭുക്കന്മാരും കോടീശ്വരന്മാരും കോർത്തിണക്കുന്ന മത്സരം, ആവേശം കോർത്തിണക്കുന്ന മത്സരം. ഊരും കൊളുത്തും വെച്ച് വേണ്ടിയിരിക്കുന്ന ഈ ചുണ്ടൻ വള്ളത്തെ തങ്ങളുടെ കായിക താരങ്ങൾ കയറിയിരുന്നു കൊണ്ട് നമ്മുടെ ജീവനും ആത്മാവും രക്തവും അവരെ പേർന്നു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ആവേശം, അതാണ് ഈ വിജയം. എല്ലാവരും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള രഹസ്യങ്ങൾ ഈ മത്സരത്തിന് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ അവസാനത്തെ തൊഴിച്ചിൽ കണ്ടപ്പോൾ എന്തായിരുന്നു BBC കരുതി വെച്ചത്? BBC-യുടെ അന്ത്യ നിമിഷത്തിൽ 4 വലികൾ വലിക്കും, അല്ലെങ്കിൽ 30 തുഴച്ചിൽ തുഴയും. ആ തുഴച്ചിലൂടെ അവർ വിജയത്തിലേക്ക് എത്തും. അത് അവസാനത്തെ ലാപ്പിൽ അവരുടെ കൊടിയാണ് മുന്നിട്ട് വരുന്നത്. ഇത് വിജയത്തിന്റെ പേര് മുടങ്ങുന്ന വള്ളാത്തുരുത്തിക്കാർക്ക് വേണ്ടി ചെണ്ടയടിക്കുന്ന മലയാളം ചാനൽ കണ്ട മാന്യ പ്രേക്ഷകർക്കും ഞങ്ങൾക്ക് അല്പസമയം സ്വല്പത്തിൽ സാങ്കേതിക തടസ്സമുണ്ടായെങ്കിൽ പോലും ഫൈനൽ നിങ്ങളെ എത്തിക്കാൻ പറ്റിയെന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായും അത് ചെറിയ കാര്യമല്ല. BBC അങ്ങനെ വലിയൊരു വിജയം, ചരിത്ര വിജയം നമ്മുടെ കായലോളങ്ങളിൽ നേടിയിരിക്കുന്നു. മലയാളം ന്യൂസ് ചാനൽ വരുന്നു, അതിന്റെ ചരിത്ര വിജയത്തിലേക്ക് സാക്ഷ്യമാക്കുന്നു, ജനങ്ങളെ സാക്ഷ്യമാക്കുന്നു, പ്രേക്ഷകരെ സാക്ഷ്യമാക്കുന്നു. നമ്മുടെ ചാനലിനെ കണ്ട ലോകത്തുള്ള എല്ലാ മലയാള സമൂഹത്തെയും അവരുടെ ദൃശ്യവിസ്മയ വിരുദ്ധ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്. നമ്മുടെ പുന്നമട പൂരം ഏതാണ്ട് കൊടി ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായി കൊടി ഇറങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞാലേ പുന്നമട പൂരം കൊടി ഇറങ്ങൂ, അല്ലേ? അപ്പൊ ഗംഭീരമായി ന്യൂസ് മലയാളത്തിന്റെ പ്രേക്ഷകർക്ക് വലിയ ദൃശ്യവിരുന്ന് ഒരുക്കിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള വള്ളംകളി പ്രേമികൾക്ക് അവരുടെ ആവേശം ഒട്ടും ചോരാത്ത രീതിയിൽ തന്നെ അവർക്കടുത്തേക്ക് വള്ളംകളിയുടെ ആവേശം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞല്ലേ? ന്യൂസ് മലയാളത്തിന്റെ ആദ്യൊരു വലിയൊരു ഇവന്റ് കൂടിയാണ് ഇത്. അത് പ്രേക്ഷകരിലേക്ക് അത്രയും മനോഹരമായിട്ട് നമ്മുടെ
ഹോൾ ടീം നമ്മുടെ 44 പേരടങ്ങുന്ന അപ്പോ ആർപ്പോ